Hi friends, Assalamu alaikum. Welcome back to my channel Sheikaz World. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ചമ്മന്തിയാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കിതിനൊരു സോസ് റെഡിയാക്കണം. അതിനായി ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പൈസസ്, അതായത് ഷുഗർ, പിന്നെ മുളക് പൊടി, ചെറിയ ജീരകം പൊടിച്ചത്, ഉപ്പ്, വലിയ ജീരകം, ഇതൊക്കെ നമുക്ക് ആ ഒരു പാനിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതൊക്കെ നന്നായി ആ സ്പൈസസിനെ ഒന്ന് യോജിച്ച് വരണം. എന്നിട്ട് ഇതിനാവശ്യമായ വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ 1 കപ്പ് വാട്ടറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നന്നായി ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് നമുക്ക് ബോയിൽ ചെയ്യാൻ വെക്കണം. ബോയിലായി ഒരു കുറുകി വരണം, ഒരു സോസിൻ്റെ പരുവത്തിലായിട്ട് വരണം. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു റെസിപ്പി ഒരു സ്നാക്കിലേക്ക് ആവശ്യമായ ചമ്മന്തി തയ്യാറാക്കണം. അതിന് ഞാനിവിടെ ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഉപ്പ്, പച്ചമുളക്, മല്ലിയില, എരിവിനനുസരിച്ചുള്ള പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും എടുക്കാം. പിന്നെ 1 കപ്പ് തേങ്ങ എടുത്ത് നന്നായി ഒന്ന് അരച്ചെടുത്തതാണ്. പിന്നെ ഒരു ചെറിയ ഉള്ളി ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. അത് നന്നായി അങ്ങോട്ട് അരച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് മാത്രം എടുത്ത് നമുക്ക് ഈ ഒരു സ്നാക്ക് കോഡ് ചെയ്യാനൊരു ബാറ്റർ റെഡിയാക്കണം. അതിനായി ഞാനിവിടെ 1/2 കപ്പ് കടലമാവ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ആ ഒരു മുളക് പൊടിയൊക്കെ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ആവണം. അതിനുശേഷം 1 കപ്പ് വാട്ടർ എടുത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നല്ലൊരു ബാറ്റർ ആവണം. ഒരു തിക്കായിട്ടുള്ള ബാറ്റർ, തിക്കോ ലൂസും ആയിട്ടല്ലാത്തൊരു ബാറ്ററാണ് റെഡിയാക്കേണ്ടത്. നമ്മൾ നേരത്തെ ആക്കി വെച്ച ആ സോസ് ഞാൻ നന്നായി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് കുറുകി വന്നതിന് ശേഷമാണ് ഞാൻ അരപ്പയിൽ അരച്ചെടുത്തത്. ഒരു സോസ് രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിലും വരെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാം. ഇനി നമുക്ക് പുഴുങ്ങിയ മുട്ട, ഞാൻ നേരത്തെ അല്പം ഉപ്പ് ചേർത്ത് പുഴുങ്ങിയ മുട്ടയാണ്, അതിനെ 4 കഷ്ണമാക്കിയതിന് ശേഷം അതിൻ്റെ ആ മഞ്ഞ ഭാഗം നമ്മുടെ ചട്നിയിലേക്ക് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അത് നമ്മൾ ആ ഒരു ചമ്മന്തിയെ ഉരുട്ടി ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ഇത് കാണുന്നത് പോലെയാണ് നമ്മൾ ഒന്ന് ചോറൊക്കെ ഉരുട്ടിയെടുക്കല്ലേ, അതുപോലെയാണ് നമ്മൾ ഈ ഒരു മുട്ടയിലേക്ക് ഇത് അമർത്തി കൊടുക്കുക. എന്നിട്ട് എല്ലാ മുട്ടയും ഇതുപോലെ തന്നെ ചെയ്യണം. ഇവിടെ എല്ലാ മുട്ടയും അതുപോലെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ആക്കി വെച്ച ബാറ്റർ ഉണ്ടല്ലോ, അതിലേക്ക് ഇത് മുക്കി എണ്ണയിൽ കോരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മുട്ട ചമ്മന്തി ഇത്രയേ ഉള്ളൂ, ഇത്ര എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഈവനിങ് സ്നാക്കായും ഇഫ്താർ സ്നാക്കായും നമുക്കിത് സെർവ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.